എന്റെ മുത്തപ്പ. 1 2 3 4 5. പേടിച്ചു പോലൂടി. വരുന്ന വരവ് കണ്ട ഏതാണ്ട് കൊള്ളക്കാര് വരുന്ന പോലെ ഉണ്ടല്ലോ. പിന്നെ കൊള്ളക്കാര് നിങ്ങളുടെ സമ്പാദ്യവും മണപ്പിച്ചോണ്ട് നടക്കല്ലേ. ഇങ്ങനെ 24 മണിക്കൂറും പണവും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാലേ ഒരു ദിവസം എല്ലാം കൂടെ അങ്ങ് പോകും. ഏറ്റവും വലിയ കള്ളൻ ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ. അതാരാടി? ആരാണത്? അച്ഛാ, ഇതാ ശമ്പളം. ഇത് എന്റെ ശമ്പളം 3000 രൂപ. ഇത് മീനുവിന്റെ ശമ്പളം 4500 രൂപ. അതെന്താടാ 4000 നീട്ടം? നീട്ടം കൂടിയത് കൊണ്ടാണല്ലോ പ്രേമിച്ചത് പട്ടത്തിയായിട്ടും കെട്ടിച്ചു കൊടുത്തത്. ഇവിടെ കിടന്നുകൊണ്ട് നട്ടം തിരിയുന്നത് ഞാനും. ഇപ്പൊ കുറവുണ്ടോ അച്ഛാ? കുറവുണ്ടോ നോക്കട്ടെ. ആ കവറ് കിടക്ക്. ഇത്തവണ കനം കൂടുതലുണ്ടല്ലോടി. കാണും കാണും. ഇനിയുണ്ടാ നോക്കാം. അയ്യോ, ഇത് മുഴുവൻ ചില്ലറയാ. എന്താടാ ഇത്? എല്ലാം പിടിച്ചു കഴിഞ്ഞപ്പോ ഇത്രയേ ഉള്ളൂ. കുടിച്ചു കഴിഞ്ഞപ്പോ എന്ന് പറയടാ കുരുത്തം കെട്ടവനെ. നിന്റെ കൊച്ചുങ്ങൾക്ക് പാല് മേടിച്ചു കൊടുക്കാൻ തികയോ ഇത്? നാണമില്ലല്ലോടാ. കുടുംബത്തിലെ മൂത്ത സന്തതി കൊണ്ടുവന്നിരിക്കുന്നു ശമ്പളം. അച്ഛാ, എനിക്കിത്തിരി ശമ്പളം കുറവായതുകൊണ്ടല്ലേ എന്നെ മാത്രം എല്ലാരും കൂടിയിട്ട് ചവിട്ടി തേക്കണത്. നാളെ അച്ഛനും നല്ലത് വന്നാലും ചീത്ത വന്നാലും നോക്കാൻ ഞാൻ ഒരുത്തനെ ഉണ്ടാവും. കണ്ടല്ലോ, തന്തയെ ജീവനോടെ കക്കൂസിലിട്ട് മൂടിയപ്പോഴേ കണ്ടു. നല്ലപോലെ നോക്കുന്നവൻ നീയാണെന്ന്. ഇറങ്ങി പോടാ. എന്താടാ നോക്കിയിരിക്കുന്നത്? പോടാ. അച്ഛാ, എനിക്ക് ട്രെയിനിൽ സീസൺ ടിക്കറ്റ് എടുക്കാൻ 300 രൂപ വേണം. കൊണ്ടുവന്നതേ പിച്ചക്കാശ്. അങ്ങോട്ട് വേണ്ടത് 300 രൂപ. എടുത്തു കൊടുക്കണേ. എവിടെയെങ്കിലും പോയി തൊലയട്ടെ. നിന്റെ ശമ്പളവും വേണ്ട, കിമ്പളവും വേണ്ട. ശരീരം നല്ലവണ്ണം നോക്കണേ അച്ഛാ. നിന്റെ ശരീരം കേടാകാൻ നോക്കിയാ മതി. പോടാ. എടീ, ഇവനും എനിക്ക് തന്നെ പിറന്നതാണോ? അച്ഛാ, 200 രൂപ കുറവുണ്ട്. ഇടയ്ക്ക് ഡോക്ടറെ ഒന്ന് കാണാൻ പോയി. 10-200 രൂപ ചെലവായി. ആരോട് ചോദിച്ചോണ്ടാ ചെലവാക്കിയേ? നിന്റെ കെട്ടിയവൻ പോലും ഒരു ചില്ലിക്കാശ് ചെലവാക്കാതെ മുഴുവൻ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഒരു കല്യാണം നടത്താൻ ഞാൻ പെടുന്ന പാട് എനിക്കും അറിയാം, ദൈവത്തിനും അറിയാം. ദൈവത്തിനെല്ലാം അറിയാം. തർക്കുത്തരം പറയുന്നോ? തർക്കുത്തരൊന്നുമല്ല. എന്റെ ശമ്പളത്തിൽ നിർത്തി ചെലവാക്കാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ട. കേട്ടില്ലേടി അവള് പറഞ്ഞു പോയത്? അഹങ്കാരി. ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ ഇവളെ നമ്മുടെ കുടുംബത്ത് കയറ്റാൻ കൊള്ളൂല്ലെന്ന്. ഇത്രയും സാധനങ്ങളൂടി ഇനിയും വാങ്ങണം, അല്ലെങ്കിൽ തികയില്ല. തികയില്ല എന്ന് വെച്ച് വേലായുധൻ വിഷമിക്കണ്ട. മച്ചമ്പ് ഇപ്പിങ്ങെത്തും. ഒരു കൈ ഒന്ന് പിടിച്ചേ. എവിടെയായിരുന്നു മച്ചമ്പി ഇതുവരെ? സാധനങ്ങൾ എത്താതെ വേലായുധൻ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. വിലക്കൊഴിച്ചിട്ട് ചന്തയിലോട്ട് കേറാൻ പറ്റുമോ? ഉള്ള വില വാങ്ങില്ലേ അവന്മാര്? വിലയതാ ആവശ്യത്തിൽ കൂടെ സാധനം മേടിച്ചിട്ടുണ്ട് എന്ന് വെച്ച് എല്ലാം കൂടെ വെട്ടിയടിച്ചെങ്കിൽ തള്ളരുത്. മിച്ചമുള്ളത് തിരികെ കൊടുത്ത് കാശ് വാങ്ങിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എല്ലാത്തിനും ഒരു ന്യായം വേണ്ടേ മച്ചമ്പി? പിന്നെ വേണ്ടേ? ഈ മച്ചമ്പിയുടെ ഒരു ബുദ്ധി. അയ്യോ, ഇതൊന്നും നമ്മുടെ ബുദ്ധിയല്ല. അപ്പം ദൈവം നമുക്ക് ഉപദേശിച്ചു തരുന്നല്ലേ. എല്ലാം മുത്തപ്പന്റെ കടാക്ഷം. എന്താണ് മച്ചമ്പി? എന്താ ഇത്? കല്യാണം നാളെയല്ലേ? ആരാ ഇവരൊക്കെ? അത് പെണ്ണിന്റെ ആൾക്കാരാ. നാളെ ബന്ധായത് കാരണം അവരല്ല ഇന്നേ ഇങ്ങോട്ട് പോന്നു. ഇനിയുണ്ട് 500 പേര്. എന്താ ചതിച്ചോ? രാവിലെ എത്തുന്ന അകത്തോട്ടിരുന്നേട്ടാ. ആരോ നാരങ്ങ കൊണ്ട് കൊച്ചെടുത്ത് കാണും. നല്ല ആളാ. ഇവിടെ വന്നിട്ട് വന്നാട്ടെ വന്നാട്ടെ. നമസ്കാരം. നമസ്കാരം. ഞാൻ വിചാരിച്ചു ഈ മേനോനെ താൻ മറന്നു കാണുമെന്ന്. നന്നായി. എന്നാ പിന്നെ ഞാൻ ഇതുവരെ വരണോ? അല്ല മേനോനെ, ഒരിടത്തും കാണാത്ത ഒന്നാണല്ലോ പെണ്ണ് വീട്ടുകാർ ചെറുക്കന്റെ നാട്ടിൽ വന്ന് കല്യാണം നടത്തുന്നത്. എല്ലാവർക്കും ഈ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എല്ലാത്തിനും കിടന്നോടാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ പണിക്കരെ. അത് മനസ്സിലാക്കി ചെറുക്കന്റെ അച്ഛനാ ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെന്ന് ഞാനും പറഞ്ഞു. അത്രേ ഉള്ളൂ. വാ, നമുക്ക് അകത്തോട്ടിരിക്കാം. വാ വാ. നിങ്ങൾ പറഞ്ഞല്ലേ? പിന്നെ അറിയാം. നമസ്കാരം. നമസ്കാരം. പോലെ എനിക്ക് അല്പം തിരക്കുണ്ട്. ചടങ്ങ് കഴിയുന്നവരെ നിൽക്കാൻ നേരം ഉണ്ടാവില്ല. ടൗൺ ഹാളിൽ CM പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഞങ്ങൾ പോലീസുകാരുടെ പരിപാടിയാ. ഒഴിവാക്കാനേ പറ്റിയില്ല. രമേശ് ഇവിടെ ഉണ്ടാവും. രമേശ്, എന്തൊക്കെയുണ്ട്? സുഖം. എന്റെ വൈഫാണ്. ഓ, നമസ്കാരം. ഞാൻ പറഞ്ഞിട്ടില്ലേ, രാമകൃഷ്ണൻ സാർ ഏജിയാ.
ഇത് മകനാ രമേശ്. നമസ്കാരം. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച. എവിടെ കല്യാണ സെക്കൻ? അകത്തുണ്ട്. വന്നേ വന്നട്ടെ. രമേശ്. എന്താ എന്തിനാ കരയുന്നത്? ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ്. വെറുതെ കരഞ്ഞു തീർക്കാനുള്ളതല്ല, മതിയാവോളം ആസ്വദിക്കാനുള്ളതാ. ഞാൻ ഭാഗ്യവതിയാണ്. ഒരു വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും അർഹതയില്ലാത്ത എനിക്ക് അങ്ങേ ഭർത്താവായി കിട്ടിയതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. വായ് തുറന്ന് മിണ്ടാൻ പോലും കഴിയില്ലെന്നറിഞ്ഞിട്ടും എന്നെ ഭാര്യയായി സ്വീകരിച്ച അങ്ങയെ ഞാൻ എന്റെ ജീവന്റെ ജീവനായി സ്നേഹിക്കും. ദയവായി ഈ ഊമയെ വെറുക്കരുത്. ആര് പറഞ്ഞ എന്റെ മായക്കുട്ടിക്ക് മിണ്ടാൻ കഴിയില്ലെന്ന്? ഈ കണ്ണുകൾ സംസാരിക്കുന്നുണ്ടല്ലോ. ഈ ഉള്ളു മുഴുവൻ സ്നേഹമാണെന്ന് അറിഞ്ഞുകൊണ്ടാ നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത്. അമ്മേ മഹാമായേ, ഈ കാണുന്ന സമ്പത്തെല്ലാം ഇതുപോലെ എന്നും നിറഞ്ഞു നിൽക്കാൻ കനിവുണ്ടാകണമേ. ദേവി മഹാമായേ. എന്റെ അമ്മേ, ഞാൻ എന്താ ഈ കാണുന്നേ? ലക്ഷ്മി പൂജ കഴിഞ്ഞ് തിരിഞ്ഞതും സാക്ഷാൽ മഹാമായ മുന്നില്. മനോഹരമായ ചായ പെൺകുട്ടികളായാൽ ഇങ്ങനെ തന്നെ വേണം. ആ, ഇന്നു മുതല് നീയാണ് ഈ വീട്ടിലെ മഹാലക്ഷ്മി. എന്നും രാവിലെ മോളെ കനുകണ്ടിട്ട് വേണം ഈ അച്ഛൻ ഉണരാൻ. ഓ, എന്തൊരു ഐശ്വര്യമാണ് ആ മുഖത്ത്. എന്റെ ദൈവമേ, ഞാൻ എന്തേക്കും? ഓളോടാരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ? ഇതൊന്നും ശീലമില്ലാത്ത കുട്ടിയല്ലേ? ഇതങ്ങോട്ട് കുടിച്ച്. ഹാർലിക്സാ, അടുക്കള കയറി അമ്മ തന്നെ ഉണ്ടാക്കിയതാ. കുടിക്ക്. ഇങ്ങോട്ടിരുന്നേ. മോള് കുടിക്കുവോ? ദേ, അമ്മ ഒരു കാര്യം പറയട്ടെ. ഇത്തരം പണികളൊന്നും മോള് ചെയ്യരുത്. ഇതൊക്കെ നോക്കാൻ ഇവിടെ വേറെ 3 പെണ്ണുങ്ങളുണ്ടെന്നേ. ദേ, അവരോടൊന്നും മോള് അധികം അടുത്ത് ഇടപെടാണ്ട. വൃത്തികെട്ട ഇനങ്ങളായില്ല. ആ മൂത്തവളില്ലേ, ചന്ദ്രിക, ദരിദ്രവാസി. കാശിന് വകയില്ല. മുഖത്ത് നോക്കി ആ ദിവസം വെള്ളം കിട്ടില്ല. പിന്നെ രണ്ടാമത്തോള്, ആ ഉണ്ടപത്രോസ്. ആഹാ പഴയ, സംസാരിക്കാൻ കൂടി കൊള്ളില്ല. എന്തെങ്കിലും പറഞ്ഞ കലിതുള്ളി വരുമെന്ന്. ഒരിക്കലേ എന്റെ നേരെ കയ്യൂങ്ങി അവള്. കേക്കണോ കഥ? പിന്നെ ആ പട്ടത്തി എന്റെ മോനെ പ്രേമിച്ച് കെട്ടിയതാ. വലിയ ശമ്പളക്കാരിയാണെന്നാ ഭാവം. അഹങ്കാരി. മോടെ കാലേ കിടക്കുന്ന ചെരുപ്പിന് തികയോ അവളുടെ 1 മാസത്തെ കിമ്പളം. അവളോടും മോള് മിണ്ടാൻ പോകണ്ട. അമ്മ ഈ പറയുന്നതൊക്കെ മോടെ നല്ലതിന് വേണ്ടിയിട്ടാ. മോക്ക് എന്ത് വിഷമം ഉണ്ടായാലും അമ്മയുണ്ട്. അമ്മ, അച്ഛൻ, അച്ഛൻ, അമ്മ. ഞങ്ങൾ എന്ത് പറയുന്നോ അത് മാത്രം കേട്ടാ മതി മോള്, കേട്ടോ. ആ, അമ്മ പോയി കാപ്പിയും പലഹാരം എടുത്തു വെക്കട്ടെ. ആ, ഇത് മുഴുവനും കുടിക്കേ. ആ, ഇനി മോള് റെസ്റ്റ് എടുക്ക.
നോക്കി നിൽക്കാതെ കുറച്ച് ചോറുകൂടി വിളമ്പ്. അയ്യോ അയ്യോ വേണ്ട, ഒന്ന് പോയി ഞാൻ കേട്ടോ. രാത്രി അധികം ഭക്ഷണം ആ, കഴിക്കാം. ഇച്ചിരി ഇപ്പൊ തന്നെ കൂടുതലാ. ഞാനാണെങ്കിൽ നേരെ മറിച്ച 4 നേരവും സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കും. അതാ എന്റെ ഒരു ശീലം. ലേശം കൂടി കൊണ്ട് വിളപ്പിക്കേ. ദാ വരുന്നു. മേനോനെ, ഞാനൊരു കാര്യം പറഞ്ഞാ ഒന്നും തോന്നരുത്. പല നാട്ടിലും പോയി ഈ പഞ്ഞുമില്ല് നടത്തി കഷ്ടപ്പെടുന്നതിനേക്കാൾ ഇവിടെയെങ്ങാനും ഒരു ഇരുമ്പ് കമ്പനി തുടങ്ങി കൂടെ. അതാവുമ്പോ വയസ്സുകാലത്ത് മേനോന് വിശ്രമിക്കാം, ജയദേവിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുകയും ചെയ്യാം. ഞാനും അത് സൂചിപ്പിക്കാണ്ടിരിക്കുകയായിരുന്നു. എന്താ രണ്ടാൾക്ക് ഇരുമിനോട് ഇത്ര പ്രിയം? ഇരുമ്പാണെങ്കിൽ തുരുമ്പ് പിടിച്ചാലും കിലോ കണക്കിന് തൂക്കി വിറ്റ് കാശാക്കാം. ഈ പഞ്ഞിയാകുമ്പോ ഒരു തീപ്പൊരി വീണാ മതി, എല്ലാം തീർന്നില്ലേ? ഓ. നമുക്ക് ആലോചിക്കാം. ജയനെയും മോളെയും കൂടെ കൂട്ടി പോണെന്നാ വിചാരിച്ചത്. പക്ഷെ ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, അതുകൊണ്ട് വേണ്ട. എന്നാ കുറച്ചു ദിവസം ഞാനിവിടെ തങ്ങാമെന്ന് വിചാരിച്ചാലോ? വലിയ 100,000 പ്രശ്നങ്ങളല്ലേ. ഒരു കാര്യം ചെയ്, രണ്ടാളും കൂടി അങ്ങോട്ട് വരിക. അച്ഛൻ വരട്ടെ മോളെ. പിന്നെ എന്റെ മൂക്കിവിടെ ഒരു കുറവും വരരുത്. അയ്യോ, മേനോൻ എന്താ അങ്ങനെ പറഞ്ഞത്? മായ ഇനി വന്ന് ഞങ്ങളെ കൂടെ മകളല്ലേ, അവക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാകില്ല. ശ്ശോ. അയ്യോ എന്ത് പ്രാന്തായി ആ കാണിക്കുന്നത്? പോടി അവിടുന്ന്. പ്രാതൊന്നുമല്ല, എവിടെ? കൊച്ചിന്റെ മുഖത്ത് കൊതു കളിക്കുന്നില്ലേ? കൊതു ഞാനും കാണുന്നുണ്ടല്ലോ. ഇങ്ങോട്ട് മാറ്, നിനക്കെന്തറിയാം? ഇങ്ങോട്ട് മാറി, ഞാൻ നോക്കട്ടെ. ഒരൊറ്റ കൊതു കൊച്ചിന്റെ മുഖത്ത് കളിച്ചിട്ടുണ്ട്. തന്നെ ഞാൻ ഒന്ന് പറയട്ടെ. രാത്രി യാത്രയില്ല. ഓ. ആ. അയ്യേ എന്താ മോളെ, അച്ഛൻ പോകുമ്പോ കരയുന്നോ? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ?